ഹായ് സുഹൃത്തുക്കളെ, ആർ ജെ ബിൻസി. അപ്പം ആർ ജെ ബിൻസി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. സത്യസന്ധയായിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇഷ്ടമല്ലാത്തതായിട്ട് ആരും കാണത്തില്ല. എന്തായാലും ഇഷ്ടമല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. എനിക്കറിയത്തില്ല, ആർ ജെ ബിൻസിയുടെ ഫാൻസുകാരൊക്കെ ചിലപ്പോൾ ഒന്ന് പൊങ്കാല ഇടും. കാരണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ബിഗ് ബോസ് താരമായിരുന്നു ആർ ജെ ബിൻസി. നമുക്കറിയാം, ചാച്ചൻ്റെ ഓട്ടോയിൽ കയറി ബിഗ് ബോസ് വീട്ടിന് വെളിയിൽ വന്നതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ആർ ജെ ബിൻസിയെ പറ്റിയിട്ട് ഓരോ കഥകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആർ ജെ ബിൻസിയുമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാച്ചൻ്റെ ഓട്ടോയിൽ കയറി വീട്ടിൽ പോയതിന് ശേഷം ഇപ്പോഴാണ് ആർ ജെ ബിൻസി രംഗത്ത് വരുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കൂടിയ ആഭരണം വാങ്ങി കൊളാബ് ചെയ്യാതെ പറ്റിച്ചു ബിഗ് ബോസ് താരം ആർ ജെ ബിൻസിക്കെതിരെ പ്രൊമോഷൻ തട്ടിപ്പ് ആരോപണം. ബിഗ് ബോസ് താരമോ? ബിഗ് ബോസിൽ ഇവർ എത്ര എപ്പിസോഡിലുണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പം ഒന്ന് തലവെച്ചിട്ടാണ് പുറത്ത് പോയി കാണാം, അതുകൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും വില കൂടിയ ആഭരണം വാങ്ങി കൊളാബ് ചെയ്യാതെ പറ്റിച്ചു എന്നാണ് ഇവിടെ ആരോപണം വരുന്നത്. ആരോപണമല്ല, ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങളൊക്കെ അറിയിക്കുന്നത്. അപ്പം സംഭവം ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് വയ്ക്കാം. ഇഷ ബൈ പി കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടാണ്. അപ്പം ആൻറ്റി ടാർണിഷ് ട്രഡീഷണൽ കണ്ടംപററി ജ്വല്ലറി ഫ്രീ ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ, ബ്യൂട്ടി ഐറ്റം പ്രോഡക്റ്റുകൾ, വള, മാല, കമ്മൽ, കുലുസ്, ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നൊരു പേജാണ്. അപ്പോൾ ഈ പേജിൽ നിന്ന് ആർ ജെ ബിൻസി അങ്ങോട്ട് കൊളാബ് വേണം, എനിക്ക് കൊളാബ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങോട്ട് പോയി എരന്ന് മേടിച്ച് കൊളാബ് ചെയ്യാതെ അവർ കൊടുക്കുന്ന സാധനങ്ങൾ മേടിച്ചിട്ട് നക്കി എന്നല്ല, തിന്നുന്ന ഐറ്റം ഒന്നുമല്ല, അവർ കൊടുക്കുന്ന സാധനങ്ങൾ ഈ പറഞ്ഞതുപോലെ ആർ ജെ ബിൻസി അതും ഇട്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റയിലും ഫേസ്ബുക്കിനകത്തൊക്കെ റീൽസൊക്കെ ഇടുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വല്ലവരും കൊടുക്കുന്ന സാധനം വെച്ചിട്ട് കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ട് അതിട്ടിട്ട് പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമും അതുപോലെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഷോപ്പ് കാണിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ തട്ടിപ്പിനെതിരെ ഇവർ രംഗത്ത് വരുന്നത്, ഞാൻ ഈ പറഞ്ഞ പേജുകാർ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വാർത്ത ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള പേജിലൂടെ ആ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എന്നിട്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത്, അതുപോലെ ചാനൽ ആദ്യമായിട്ടും കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതുപോലുള്ള ഊളകളെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 താരം ആർ ജെ ബിൻസിക്കെതിരെ, ആർ ജെ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 താരം എന്ന് വെച്ചാൽ അത് ഞാൻ അംഗീകരിക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 താരം ആർ ജെ ബിൻസിക്കെതിരെ ഗുരുതരമായ പ്രൊമോഷൻ തട്ടിപ്പ് ആരോപണവുമായി ഇൻസ്റ്റഗ്രാം ഓൺലൈൻ ബോട്ടിക് രംഗത്ത്. ഇഷ ബൈ പി കെ എന്ന ട്രെൻഡിങ് ആഭരണ പേജ് ഉടമകളാണ് താരത്തിനെതിരെ വഞ്ചനാക്കുറ്റം ആരോപിച്ച് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കൊളാബറേഷൻ്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റിയ ശേഷം വാക്ക് പാലിക്കാതെ വഞ്ചിച്ചുവെന്നാണ് ഇവരുടെ പരാതി. 2024 ജൂലൈയിലാണ് വിവാദങ്ങൾക്കാസ്പദമായ സംഭവം തുടങ്ങുന്നത്. ബിൻസി നേരിട്ട് കൊളാബറേഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അങ്ങോട്ട് പോയി ചോദിക്കുമായിരുന്നു. ആദ്യം പറഞ്ഞു എനിക്ക് വല്ല കൊളാബറേഷൻ ഉണ്ടോ എന്ന് അങ്ങോട്ട് പോയി ചോദിക്കുമായിരുന്നതാണ് ഇതിനകത്ത് തെളിവുകളൊക്കെ കാണിക്കുന്നത്. ബിൻസി നേരിട്ട് കൊളാബറേഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഉടമകൾ വില കൂടിയ ആഭരണങ്ങൾ സൗജന്യമായി അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റിയ ശേഷം പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് താരം ഒഴിഞ്ഞു മാറി. അപ്പം ഈ അയച്ചു കൊടുത്തിട്ടുള്ള ആഭരണങ്ങൾ വെച്ചിട്ട് പനിയും ചുമയും ആയിട്ട് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ. അപ്പം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പുള്ളിക്കാരിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷമായിരിക്കാം ഇങ്ങനെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പുള്ളിക്കാരി അലസിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അമ്മാതിരി കോപ്രായങ്ങളാണല്ലോ ബിഗ് ബോസിൽ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. മാസങ്ങളോളം തൻ്റെ പേജ് മറ്റ് വീഡിയോകളും പോസ്റ്റുകളും ബിൻസി പങ്കുവച്ചിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർ കൊടുക്കുന്ന ഈ സാധനം മേടിച്ചിട്ടുകൊണ്ടാണ് ബിൻസി ഈ പേജിലൂടെ സ്വന്തം പേജിലൂടെ മറ്റുള്ളവർ കൊടുത്ത സാധനങ്ങൾ കൊളാബ് ചെയ്യാതെ അവർ കൊടുക്കുന്ന സാധനം ഇട്ട് നക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. മാസങ്ങളോളം തൻ്റെ പേജിൽ മറ്റ് വീഡിയോകളും പോസ്റ്റുകളും ബിൻസി പങ്കുവച്ചിട്ടും തങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ താരം തയ്യാറായില്ലെന്ന് പേജ് ഉടമകൾ വ്യക്തമാക്കുന്നു. തുടക്കത്തിൽ ഒരു ബിഗ് ബോസ് താരത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് മാത്രമാണ് ഉടമകൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് മറ്റ് ബിഗ് ബോസ് താരങ്ങളെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നതിലാണ്
ആദ്യം ഇവരൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർ ബിൻസിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ നിങ്ങളങ്ങനെ ബിഗ് ബോസ് ആരെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ടീംസുകളുണ്ട്. ബിഗ് ബോസ് സീസൺ 7 പോയിട്ടുള്ള ബിൻസിയെ പോലെ വേറെയും ചില ആളുകളുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കട്ടപ്പ. അപ്പം അതൊക്കെ മനസ്സിലായി കാണും കട്ടപ്പ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ അപ്പം ആ വ്യക്തിയുമാണെന്ന് ചിലപ്പം തോന്നിപ്പോകും. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെയാണ്. പിന്നെ വിശദമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് തപ്പിയപ്പോഴാണ് ബിൻസിയാണെന്ന് മനസ്സിലായത്. പിന്നെ അവർ രണ്ടാമതൊരു വീഡിയോക്കകത്ത് അവർ പറയുന്നുണ്ട്, അതുപോലെ നട്ടലോട് പറയാൻ പഠിക്കണം അല്ലേ. അപ്പം എന്നാൽ ഇത് മറ്റ് ബിഗ് ബോസ് താരങ്ങളെ സംശയത്തിൻ്റെ നിലയിലാക്കുന്നതിലാണ് ഇപ്പോൾ ബിൻസിയുടെ പേര് വെളിപ്പെടുത്താൻ തീരുമാനിച്ചെന്ന് ഇവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ബിൻസിയുടെ പേര് പറയുന്നുണ്ട്. അത് മാന്യത. 2025 ജനുവരി വരെ തങ്ങളുടെ മെസ്സേജുകൾ അവഗണിച്ച താരത്തിൻ്റെ നിലപാട് ആ ചെറുകിട ബിസിനസ്സിനോടുള്ള ക്രൂരതയാണെന്നും ഇവർ ആരോപിക്കുന്നു. സംശയം എന്താ? തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കിടന്ന സ്വഭാവങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. തെമ്മാടിത്തരം. ചാച്ചൻ്റെ ഓട്ടോയും വിളിച്ച് പോയിട്ട് ഇമാരി തോന്നിവാസം കാണിക്കുന്ന നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഒരു മനുഷ്യനും വിചാരിച്ചിട്ടില്ല. തുടർന്ന് ഇത് വല്ലതും ചാച്ചൻ അറിഞ്ഞിട്ടുണ്ടോ? തട്ടിപ്പ് വിവരം. ഇനിയിപ്പോൾ ഒരു കാര്യം പറയാനുള്ളൂ ബിൻസിയോട്, ചാച്ചൻ്റെ ഓട്ടോ കൊടുത്തിട്ട് ഈ മാനനഷ്ടത്തിനങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലങ്ങ് വാദിച്ച് തീർക്കുക, ആ പൈസ മുതലാക്കുക. അല്ലാതെ എന്ത് പറയാനാ? തട്ടിപ്പ് വിവരം പുറത്തായതോടെ 1.5 വർഷത്തെ മൗനം വെടിഞ്ഞ് ബിൻസിയും സുഹൃത്തും ഒത്തുതീർപ്പിനായി രംഗത്തെത്തി. ആഭരണങ്ങളുടെ പണം നൽകാമെന്നും പകരം തങ്ങൾക്കെതിരെയുള്ള വീഡിയോ നീക്കം ചെയ്യണമെന്നും ബിൻസി ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു ക്ഷമാപണം പോലും നടത്താതെ പണം നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ബിൻസിയുടെ മനോഭാവമാണ് ഉടമകളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. തങ്ങൾക്ക് പണമല്ല വേണ്ടതെന്നും ബിൻസിയുടെ ഈ വഞ്ചനാപരമായ നിലപാട് പുറംലോകം അറിയണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. അതെ, അല്ലെങ്കിൽ ഇവളെ പോലെയുള്ളവളൊക്കെ നാളെ ഇതിനപ്പുറം കാണിക്കും. അത് ഇനി ഉണ്ടാവരുത്. നിങ്ങൾ ഇത് പുറം ലോകം അറിയിച്ചില്ലെങ്കിൽ നാളെ വേറെ ഇടത്തും ചിലപ്പം ഇനി ഇങ്ങോട്ട് ഓരോന്നോരോന്ന് വരാൻ കിടക്കുന്നേ ഉള്ളായിരിക്കും. എത്ര പേരെ പറ്റിച്ചെന്ന് നമുക്കറിയത്തില്ല. ബിൻസിയുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായി എത്തിയ ബിൻസിക്ക് 13 ദിവസങ്ങൾ മാത്രമേ ഹൗസിനുള്ളിൽ നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതൊക്കെ കയ്യിലിരിപ്പ് കാരണം, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് ബിൻസിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. ഇനി നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഇവർ ബിൻസിയുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജുകളും കൂടി ഒന്ന് വായിക്കാം. അപ്പോൾ ആദ്യം ഇവർ പുറത്തു വിട്ടേക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബിൻസിയുടെ പേര് പറയാതൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതിനുശേഷം ബിൻസിയുടെ പേര് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബിൻസിയുടെ പേര് പറയാതെ പുറത്തു വിട്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 8ന്റെ പണി കിട്ടി. ബിസിനസിന്റെ തുടക്കത്തിൽ തന്നെ വിചാരിച്ചതിൽ സ്വീകാര്യത കിട്ടി ഹാപ്പി ആയി പോരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ 8ന്റെ പണി കിട്ടിയത്. ഇങ്ങോട്ട് വന്ന ഒരു കൊളാബ് റിക്വസ്റ്റ് പേജ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആളെ അന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പറഞ്ഞതെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. കുറെ ദിവസമായിട്ടും കൊളാബ് കാണുന്നില്ല. ചോദിക്കുമ്പോൾ പനിയായിരുന്നു, തലവേദനയായിരുന്നു, അവിടേക്ക് പോയി ഇവിടേക്ക് പോയി എന്നൊക്കെ എക്സ്ക്യൂസസ് കേൾക്കാം. 2-3 മാസം കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന റിപ്ലൈയും ഇല്ലാതെയായി. അയക്കുന്ന മെസ്സേജസിനെല്ലാം സീൻ കാണാം. അത് തന്നെ. ഷി വാസ് സ്മാർട്ട് ഇനഫ് ടു ഫൂൾ us. എന്നാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയാണോ? അല്ല. ഒട്ടുമിക്ക ആളുകളും ഞങ്ങളെപ്പോലുള്ള സ്മോൾ ബിസിനസിനോട് അത്രയും കൈൻഡുമാണ്, സപ്പോർട്ടീവുമാണ്. ഈ ആള് മലയാളം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഏത് സീസൺ ആണെന്ന് പറയുന്നില്ല. പെട്ടെന്ന് തന്നെ ഔട്ടായി. എന്നാൽ ഞങ്ങളെ പറ്റിക്കാൻ ഫുൾ ഗെയിം പ്ലേ. ഓക്കെ, കണ്ടല്ലോ. അങ്ങോട്ട് ചോദിച്ച് എനിക്ക് കൊളാബ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തരണേ, ഞാനിവിടെ കൊളാബൊന്നും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുവന്ന് അങ്ങോട്ട് ചോദിച്ച് മേടിച്ച കൊളാബാണ്. എന്നിട്ടും ഇവർ ചെയ്യാന്ന് പറഞ്ഞ ബാർട്ടർ. ഇത് എന്ത് കൊളാബാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാർട്ടർ കൊളാബാണ്. ബാർട്ടർ കൊളാബെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണുന്ന യൂട്യൂബ് ഇങ്ങനെയുള്ള സംഭവത്തിൽ പണത്തിന് പകരം ഉൽപ്പന്നങ്ങൾ, പണത്തിന് പകരം ഓരോ പ്രോഡക്റ്റുകൾ കൊടുക്കും. ഇപ്പം ഓരോ മേഖലയിൽ നിൽക്കുന്ന, ഇപ്പം ഫിറ്റ്നസ്സുമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വേ പ്രോട്ടീൻ, ക്രിയാറ്റിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും. BCAA ഇങ്ങനെയുള്ള ഹെൽത്ത് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ഐലൈനർ, മറ്റേ ചവർ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പൈസ ഇല്ലാതെ പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടാണ് ഇവർ ഇത് കൊളാബ് ചെയ്യുന്നത്. അതാണ് ബാർട്ടർ കൊളാബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഒരു ബ്രാൻഡിൻ്റെ ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരമായി ആ ഉൽപ്പന്നം ഇൻഫ്ലുവൻസർക്ക് ലഭിക്കുന്നു. പണം കൈമാറുന്നില്ല. ഇതിൻ്റെ ഇടപാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൈമാറുന്നില്ല, പകരം ഉൽപ്പന്നം
അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനം ഇങ്ങനെയുള്ള ഇതൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ഉൽപ്പന്നം ഉപയോഗിച്ച് ഒരു പോസ്റ്റ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു വീഡിയോ റീൽസ് ബ്രാൻഡിനായി നിർമ്മിക്കണം. എന്നിട്ട് അവർ ഇത് പോസ്റ്റ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് സിമ്പിൾ. ബിൻസിയൊക്കെ സംബന്ധിച്ച് ഇത് ജസ്റ്റ് സിമ്പിളാണ്. കാരണം ബിൻസിയൊക്കെ വായിൽ നാക്ക് ഒരുപാട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ സംഭവം. അതുപോലും ഇവർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ഉൽപ്പന്നം ഉപയോഗിച്ച് ഒരു പോസ്റ്റ് സ്റ്റോറി അല്ലെങ്കിൽ വീഡിയോ റീൽസ് ഇതൊക്കെ നിർമ്മിക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഇവർക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ ചെറിയ പുതിയ ബ്രാൻഡുകൾക്ക് പ്രൊമോഷൻ ഇൻഫ്ലുവൻസർമാർക്ക് ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നു. അപ്പോൾ അത് അവരെ പ്രൊമോഷനും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലുള്ള നല്ല പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം നല്ലതാണെന്ന് അവർക്കത് പ്രോഡക്റ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. ഉൽപ്പന്നത്തിന് പകരം പ്രൊമോഷൻ എന്നതാണ് ബാർട്ടർ കൊളാബിൻ്റെ മെയിനായിട്ടുള്ള സംഭവം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഇത് ചെയ്യാനാണ് ഇവരെടുത്ത് പറഞ്ഞത്. അങ്ങോട്ട് കൊളാബ് ചോദിച്ചിട്ടാണ് ഇവർ ഇതിലോട്ട് പോയതാണ് പറയുന്നത്. അതിനുള്ള സ്ക്രീൻഷോട്ടും മെസ്സേജുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കാം. അതൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പം രണ്ടാമത്തെ വീഡിയോ കൂടെ ഞാൻ കാണിക്കാം. ഒരു പേര് വെളിപ്പെടുത്തിയിട്ട് പറയുന്നത്, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോക്കെ. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു, സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആള് ഒരു സോറി മെസ്സേജ് കണ്ടല്ലോ. ഇനി ഞാൻ ആ മെസ്സേജുകളൊക്കെ ഒന്ന് വായിക്കാം. ബിൻസി അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഇവരുമായിട്ട് സംസാരിക്കുന്നത്. അപ്പം ഹായ് ബിൻസി, ഹായ് ഇടുന്നു. ഹായ്, ആർ യു ലുക്കിംഗ് ഫോർ കൊളാബ്? അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. യെസ്, വി ക്യാൻ സെൻഡ് യു അവർ ഏണിങ്സ് ഫോർ ബാർട്ടർ കൊളാബ്സ് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നുണ്ട്. ഓക്കെ, ക്യാൻ ഐ ചൂസ് ഇറ്റ് ഫ്രം യുവർ പേജ്? യെസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം ഒരു സെക്കൻഡ് കോള് വന്നു. ഓക്കെ, അതിനൊക്കെ ശേഷം പിന്നൊരു മെസ്സേജ്, ഹേ ഹോപ്പ് യു വിൽ ഡു ദ കൊളാബ് ദ കമ്മിങ് ഡേയ്സ്, താങ്ക് യു. അതിനുശേഷം പിന്നെയും അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല കേട്ടോ. ഹേ, ഈ വീക്ക് ചെയ്യാമോ കൊളാബ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബിൻസി പറയുന്നു ഡോണ്ട് വറി, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ, അതിനുശേഷം പിന്നെ അവർ മെസ്സേജ് ചോദിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്രോഡക്റ്റുകളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടും ബിൻസി നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നതല്ല, അതൊന്നും നടക്കുന്നില്ല. അതിങ്ങനെ മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ എടുത്തു പോകുന്നതല്ല, അത് നടക്കുന്നില്ല. അപ്പോൾ ഓരോ വട്ടം ചോദിക്കുമ്പോഴും ഓരോ കാരണങ്ങൾ എക്സ്ക്യൂസാണ് ഇവിടെ പറയുന്നത്. അപ്പം അവസാനം അവരൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഹേ, യു സെഡ് യു വിൽ പോസ്റ്റ് ദ കൊളാബ് ലാസ്റ്റ് വീക്ക്, വി സ്കെഡ്യൂൾഡ് ഓൾ അതർ കൊളാബ്സ് അക്കോർഡിംഗ് ടു ദാറ്റ്. ദിസ് ഈസ് എ വെരി അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആൻഡ് വെരി unprofessional as well. Kindly post a collab within 2 days. It is a request, thank you. അപ്പം ബെൻസി ഒരു കാലും കയ്യും കണ്ടൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന എന്തൊക്കെയോ സംഭവം ഒരു ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഐ ആം ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും നാളും പുള്ളിക്കാരിക്ക് ചെയ്യാൻ വയ്യായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം. അപ്പം ഇതിനൊക്കെ ശേഷം നമ്മൾ മെയിൻ സ്ട്രീം വന്നപ്പോൾ ഓരോ പേജുകൾ ഇതെടുത്തിട്ട് അലക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ മെയിൻ സ്ട്രീം വണ്ണം കൂടെ എടുത്തിട്ട് അലക്കി. അപ്പം ബിൻസിയുടെ ബിഗ് ബോസിൻ്റെയും ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് കൊളാബ് ചോദിച്ച് വാങ്ങി വഞ്ചിച്ചു പറ്റിച്ചത് ചെറിയ ബിസിനസ്സുകാരെ ഒത്തുതീർപ്പിന് ശ്രമിച്ച് നാണം കെട്ട് ആർജെ ബിൻസി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അവർ ഇട്ടു. അപ്പോൾ അത് കണ്ട് കുരു പൊട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് അപ്പം ഒരുപാട് ലൈക്കും കമൻസൊക്കെ കിട്ടിയാണ്. അതിൻ്റെ അടിയിൽ വന്നിട്ട് ആർജെ ബിൻസി ഒരു തൊലിഞ്ഞൊരു ചിരിയൊക്കെ ചിരിക്കുന്ന ഒരു ഇമേജൊക്കെ വെച്ചുകൊണ്ട് വലിയൊരു എസ്സേ പോലെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് കൂടെ ഞാൻ വായിക്കാം. തട്ടിപ്പോ, കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024
കൊളാബിന് തന്നത്. 2024 തട്ടിപ്പോ, ഒന്നുകൂടെ വായിക്കാം, തട്ടിപ്പോ കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്. 2024 കൊടുത്ത സംഭവമാണ്. ഇത്രയും നാളായിട്ട് കൊളാബ് ചെയ്തിട്ടില്ല. നാണമുണ്ടോ ബിൻസി? ഉളുപ്പുണ്ടോ? വാട്ടർ കൊളാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പ്രോഡക്റ്റ് തന്നിട്ട് അത് ഇത് പറഞ്ഞിട്ടുള്ള കൊളാബ് ചെയ്യാൻ, അതിനെ പ്രൊമോഷൻ ചെയ്യാനാണ്. അല്ലാതെ നിങ്ങൾ എത്ര രൂപയുടെ സാധനമാണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കൊളാബ് ചെയ്യൂ. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ലക്ഷങ്ങളുടെ സാധനമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് ബാക്കി കമ്മലും വളയും അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, നിങ്ങൾക്ക് 1-2 കൊല്ലം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ കോണ്ടൻറ്റ് വേണം, റീച്ച് വേണം. ആകെപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. ഓഹോ, അപ്പോൾ ഞാൻ ആ പേജ് തപ്പിയപ്പോഴത്തേക്ക് അവർക്ക് റീച്ചിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർ ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ എടുത്ത് കോൺട്രവേഴ്സി ചെയ്യാനേ ഉള്ളൂ. അവർ മാന്യമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളാണെന്ന് അവരുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. നിന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അവർക്ക് എത്രയും ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് ഉണ്ടാക്കാമെങ്കിൽ ഇടാമെങ്കിൽ നിൻ്റെ ഒരു റീച്ചും അവർക്ക് വേണ്ട. പക്ഷേ നീ ഈ കാണിച്ച തെണ്ടിത്തരം പൊതുസമൂഹത്തിനോട് തുറന്നു പറയണം, തുറന്ന് കാണിക്കണം. അല്ലെങ്കിൽ നീ വേറെ ആരെങ്കിലും ഇതുപോലെ പോയി അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് സമൂഹത്തിനോട് തുറന്നു പറഞ്ഞത്. നിൻ്റെ കയ്യിലിരിപ്പും നിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടതാണ്. അതുകൊണ്ട് നീ ഡയലോഗ് അടിക്കേണ്ട ബിൻസി. നിനക്ക് നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്ത് ഒന്നുകിൽ ആ കൊളാബ് ചെയ്ത് കൊടുക്കുക. അതാണ് വേണ്ടത്. പറഞ്ഞ വാക്ക് പാലിക്കുക. അന്തസ്സ് വേണം, അന്തസ്സ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. പിന്നെ നിൻ്റെ വീഡിയോ, നിൻ്റെ തൊലിഞ്ഞ ഈ ഫേസ് ഇട്ടിട്ട് വേണമല്ലോ അവർക്ക് ജീവിക്കാൻ. നിന്നെ കണ്ടോണ്ടല്ലേ അവർ ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് തുടങ്ങിയത്. നിങ്ങളെല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട്, തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കുറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ്സ് എടുക്കില്ലേ? ഇതിപ്പോൾ മോശം. അപ്പോൾ പറയാൻ വന്നത് ആളുകൾ കുറച്ച് റീച്ചായി വരുമ്പോൾ ഇതുപോലെയുള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ടാണ് ഞാൻ കാര്യമായി എടുക്കുന്നില്ല. കുറച്ച് കൊളാബ് സാരി വീഡിയോസ് എടുക്കാൻ ഉണ്ട്. അപ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ബിൻസി ഇവിടെ പറയുന്നതിന് അവർ ഓൾറെഡി മറുപടി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയെ ഒരു പറ്റി പോലും അറിയാവുന്നതിന് മുമ്പ്, ബിഗ് ബോസിൽ പോയതിന് ശേഷമാണല്ലോ ബിൻസിയെ കുറച്ച് പേരെങ്കിലും അറിയുന്നത്. അതും പോസിറ്റീവായിട്ടല്ല, നെഗറ്റീവിലൂടെ. അപ്പം അതിന് മുമ്പാണ് ഇവരെ കൊളാബുമായിട്ട് സമീപിച്ചെന്നാണ് പറയുന്നത്. കൊളാബ് വേണമെന്ന് പറഞ്ഞാൽ അന്ന് ഇവരെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഇവർക്കും അറിയത്തില്ല ബിൻസിയെ. പിന്നെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട്, ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു പെണ്ണായതുകൊണ്ടാണ് കൊളാബ് കൊടുക്കാമെന്ന് ഇവരും വിചാരിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ ബിഗ് ബോസിൽ പോയതിന് ശേഷം അല്ലേ നമുക്കൊക്കെ ഈ ബിൻസി അറിയുന്നതും ബിൻസിൻ്റെ തനി ഗുണം അറിയുന്നതും. അപ്പോൾ എന്തായാലും ബിൻസി ഇട്ട കമൻറ്റിന് തൊട്ട് താഴെ, മെയിൻ സ്ട്രീം വണ്ണിൻ്റെ താഴെ ഇട്ട കമൻറ്റ്, ഈ ഒരു പോസ്റ്റിന് ഇട്ട കമൻറ്റിന് താഴെ ബിൻസി കമൻറ്റ് ഇട്ടു. അതിൻ്റെ താഴെ കുറേ ആളുകൾ ബിൻസിക്ക് നല്ല മറുപടി കൊടുത്തുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ശ്രീലക്ഷ്മി ഇട്ട കമൻറ്റ്: 300 രൂപയ്ക്കും വാല്യൂ ഉണ്ട് ബിൻസി. നിങ്ങൾക്ക് 300 എന്ന് പറയുന്നത് 0 വാല്യൂ ആകും. ബട്ട് പൈസയുടെ വാല്യൂസ് അറിയുന്ന ആളുകൾക്ക്, ഞങ്ങൾക്ക് അത് ഇന്നും വലിയ ക്യാഷ് തന്നെയാണ്. മോൾ ക്യാഷിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അവരോട് മാപ്പ് പറയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് ഞെളിച്ച് കുന്തളിച്ച് ഇങ്ങനെ കമൻറ്റ് ഇടുവല്ല വേണ്ടതെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. നല്ലൊരു കമൻറ്റ് തന്നെ കേട്ടോ. ശരിയല്ലേ? 300 രൂപയ്ക്ക് 1 രൂപയ്ക്കും വാല്യൂ ഉണ്ട്. നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 10 രൂപ കൊടുത്തൊരു മിനറൽ വാട്ടർ മേടിച്ച് കുടിക്കുമല്ലോ. 20 രൂപ കൊടുത്താൽ ദാഹിച്ച് മലഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ 20 രൂപ കൊടുത്തിട്ട് ഒരു വെള്ളം മേടിച്ച് കുടിക്കുന്നത്. അപ്പം 20 രൂപ കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുമോ? അപ്പം 10 രൂപയ്ക്കും വാല്യൂ ഉണ്ട്, 20 രൂപയ്ക്കും വാല്യൂ ഉണ്ട്, 300 രൂപയ്ക്കും വാല്യൂ ഉണ്ട് ബിൻസി. അത് നീ ആദ്യം മനസ്സിലാക്കുക. പൈസയുടെയൊക്കെ ബുദ്ധിമുട്ട് അറിയുന്നൊരു സമയം വരും, അന്ന് നീ മനസ്സിലാക്കും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ മെയിൻ സ്ട്രീം വണ്ണിൻ്റെ ഇപ്പോൾ ബിൻസി ഇട്ടേക്കുന്ന കമൻറ്റിൻ്റെ അടിയിൽ തന്നെ ആ പേജുകാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ വായിക്കാം. വില കൂടിയ പ്രോഡക്റ്റ്സ് അല്ല ഞങ്ങളുടെ പേജിലുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്നാൽ ഈ കൊളാബറേഷൻ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ അതിന് ഉത്തരവാദിത്വം എടുക്കുന്നതിന് പകരം ഞങ്ങളെ ചീപ്പ് ബിസിനസ് എന്നും ചെറിയ ബിസിനസ് എന്നും വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഒരു സോറി പറയാൻ പോലും തയ്യാറായിട്ടില്ല. ഉളുപ്പുണ്ടെങ്കിൽ ഒരു സോറി പറ ബിൻസി. നാണവും മാനവും ഉണ്ടോ?
ബിഗ് ബോസിൽ നമ്മൾ കണ്ടയാണല്ലോ, ചാച്ചൻ്റെ ഓട്ടോയിൽ കയറി നാണോ മാനോ ഇല്ലാതെ മുഖവും പൊത്തി പിടിച്ചുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്, ഞങ്ങളൊരു സ്മോൾ ബിസിനസ്സാണ്. ആളുകൾക്ക് സാധ്യമാകുന്ന വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സാധനങ്ങളുടെ വില കുറവാണെന്ന കാരണം കൊണ്ട് ആരും ഞങ്ങളെ പറ്റിക്കാൻ അവകാശമില്ല. ഈവൻ 1 രൂപയായാലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങളൊരു സ്മോൾ ബിസിനസ്സാണ്. വി പ്രൗഡ്ലി കാൾ അവർ സെൽഫ്സ് എ സ്മാൾ ബിസിനസ് ബിക്കോസ് വി നോ the effort honestly and heads that goes into every single day, and we stand strong with every other small business in those times. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബിൻസി ഉടായ്പാണ്. ബിൻസി നല്ല ഒന്നാന്തരം ഉടായ്പാണ്. എല്ലാ ആളുകൾക്കും അറിയാം, നല്ല ഒന്നാന്തരം വിഷമാണ്. പേ വിഷയക്കാലം കഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ പോയതിന് ശേഷം ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാനും ബിൻസിയുടെയൊക്കെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ഞാനും സംസാരിച്ചിട്ടുള്ളതാണ്. ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പം എന്തായാലും നിങ്ങളെ എല്ലാവരും അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ബിൻസിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് ആളുകൾ ബിൻസി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമല്ലാത്ത ആളുകൾ ഒന്ന് ലൈക്ക് അടിച്ചിരിക്കണം, എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയാനാണ്. അപ്പം ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സി